തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് മദ്യപൻ തള്ളിയിട്ട് ചികിത്സയിലായിരുന്ന ശ്രീകുട്ടി വീട്ടിലേക്ക് മടങ്ങുന്നു എന്ന സന്തോഷ വാർത്ത ഇപ്പോൾ വരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് ശ്രീകുട്ടി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശ്രീകുട്ടി ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുകയാണ്. നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഇതിപ്പോൾ ശ്രീകുട്ടി ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുകയാണ്. വിപിൻ സി വിജയൻ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് തത്സമയങ്ങളുമായി ചേരുന്നു. വിപിൻ, ശ്രീകുട്ടിയൊക്കെ നമ്മുടെ ഒരു വലിയ വേദനയായതാണ്. ഇപ്പോൾ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്താണ് കുടുംബാംഗങ്ങളുടെ പ്രതികരണം? ഇപ്പോൾ ആശുപത്രി അധികൃതർ എന്താണ് ശ്രീകുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത്? വലിയ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. കാരണം അതിജീവനത്തിന്റെ പാതയിലൂടെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീകുട്ടി അന്ന് ആ ദുരന്തമുണ്ടായപ്പോൾ, ആ ഒരു അക്രമമുണ്ടായപ്പോൾ അത്രത്തോളം മലയാളികൾ ഒന്നടങ്കം വേദനിച്ചതാണ്. അതിന് ഇപ്പോഴിതാ ജീവിതത്തിലേക്ക് ശ്രീകുട്ടി തിരിച്ചു വന്നിരിക്കുന്നു. ഏകദേശം 2 മാസത്തിലേറെയായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പാലോട് സ്വദേശിയാണ് ശ്രീകുട്ടി. 2025 നവംബർ 2-ാം തീയതി ആയിരുന്നു വർക്കലയിൽ വെച്ച് ആ ഒരു ട്രെയിനിൽ നിൽക്കുന്ന സമയത്ത്, ആ വാതിലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് മദ്യപനായിട്ടുള്ള ആൾ ആക്രമിക്കുകയും ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിടുകയും ചെയ്തത്. അതിനുശേഷം ശരീരത്തിനും തന്നെ ഒരു അനക്കമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. ആ നവംബർ 2-ന് ശേഷം പിന്നീട് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ ഉണ്ടായിരുന്നത്. അവിടുന്ന് പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ ആശുപത്രിയിലേക്ക് അമൃതയിലേക്ക് മാറ്റുകയും പിന്നീട് ഇവിടെ ചികിത്സ തുടരുകയുമായിരുന്നു. പ്രധാനമായിട്ടും തലച്ചോറിന് ക്ഷതമേൽക്കുകയും ഒപ്പം തന്നെ തോളലിന് പൊട്ടലും ഉണ്ടായിരുന്നു. അങ്ങനെ ശരീരത്തിലാകെ വലിയ രീതിയിലുള്ള പരിക്ക്, ഗുരുതരമായിട്ടുള്ള പരിക്ക് എന്നൊക്കെ പറയാവുന്ന സ്ഥിതിയിലായിരുന്നു. ആദ്യഘട്ടത്തിൽ വെന്റിലേറ്ററിൽ പോലുമായിരുന്നു ശ്രീകുട്ടി. അപ്പോൾ മുതൽ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയിലായിരുന്നു. ഇപ്പോഴത്തെ അവർ തിരിച്ച ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ളവരാണ്. കുടുംബം സംസാരിക്കുകയാണ്. പ്രജിത്ത്, അങ്ങനെ ചോദിച്ചാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്നത് അവള് ഒരു ജസ്റ്റ് ഇങ്ങനെ ഉണ്ട്, കണ്ണു തുറന്ന് നോക്കൂന്നല്ലാതെ വേറെ ഒരു റെസ്പോണ്ടും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് പഴയ മോളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നടക്കുന്ന ഒരു ഇതും കൂടി മാത്രമേ ഉള്ളൂ. ബാക്കി അവള് ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് ഭക്ഷണം കഴിക്കുക, അവൾക്ക് എന്ത് വേണം അവൾ പറയുന്നുണ്ട്, അവൾ ആവശ്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ മെഡിക്കലിൽ നിന്ന് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ കുറ്റം പറയുന്നൊന്നുമല്ല, പക്ഷേ എന്നോട് ഡോക്ടർമാർ പറഞ്ഞത് മിറാക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ അവൾ രക്ഷപ്പെട്ടു വരൂ, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കിടക്കും. അതെല്ലാവരും കണ്ടതായിരിക്കും അവളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ 2 മാസം കൊണ്ട് എനിക്ക് പഴയ മോളെ എനിക്ക് തിരിച്ചു കിട്ടി. അത് ഞാൻ എങ്ങനെ അമൃത ഹോസ്പിറ്റലിനോടും ഡോക്ടേഴ്സിനോടും PMR ഡോക്ടേഴ്സിനോടും ഞാൻ നന്ദി പറഞ്ഞത് കുറഞ്ഞു പോകും. അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അവരോടൊക്കെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. ഇനി അവളൊന്ന് നടക്കണം. ഇപ്പൊ ഞാൻ പിടിച്ചാൽ അവൾ എനിക്കൊപ്പം നടന്നു വരും. എന്നാൽ പോലും അവൾ തനിയെ നടക്കണമെങ്കിൽ ഇനി ഒരു മാസം കൂടി വേണ്ടി വരും. സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കണം. പിന്നെ ഈ ട്രക്കോസ്റ്റമി ഇട്ടതിന്റെ ഒരു ശബ്ദ അടവുണ്ട്. ബാക്കി അവൾക്ക് ഫുഡ് വേണമെങ്കിലും അവൾക്ക് ബാത്റൂമിൽ പോകണം, എല്ലാ കാര്യത്തിനും അവൾ ഓക്കെയാണ്. അവൾ പറയുന്നുണ്ട്, ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞു. സന്തോഷമാണെന്നോ, ഞാൻ ഇവിടെ വന്ന അവസ്ഥ എന്താണെന്ന് മീഡിയക്കാർക്ക് അറിയാം കൂടുതലും, പിന്നെ ഇവിടെ വന്ന ആൾക്കാർക്കും അറിയാം. ഇപ്പൊ ഞാൻ അവൾക്കൊന്നുമില്ലായിരുന്നു. അവള് ഒരു കണ്ണേ തുറക്കുള്ളൂ, വലത് കണ്ണ് മാത്രം തുറക്കും, ഇടത് കണ്ണ് തുറക്കില്ല. ഇപ്പം ഇടത് കണ്ണും തുറന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ പ്രശ്നമുണ്ട്, ഞരമ്പിന്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഇനി ഞങ്ങൾ ഒന്നും കൂടി തിരിച്ച് വരണം അമൃതയിലേക്ക്. അവൾക്ക് ചെറിയ സർജറി ഉണ്ടെന്ന് പറഞ്ഞു കൈക്ക്, ഷോൾഡറിന്. അപ്പൊ അതിന് ഞങ്ങൾ അടുത്ത മാസം വീണ്ടും വരും. അതെ, ഇപ്പൊ ഞങ്ങള് മലപ്പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്, ആയുർവേദ ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ അവിടെ ഫിസിയോതെറാപ്പിയും പിന്നെ ആയുർവേദത്തിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്ത് അവള് ഓക്കെ ആയിട്ട് വരണം. തീർച്ചയായിട്ടും. എന്നാലും ചെറിയൊരു ഇതിനകത്തൊരു പേര് പോലെ ആ ഒരു ഇതുണ്ട്. എനിക്ക് അമൃതയിൽ ഫുള്ളും ഫ്രീ ആയിരുന്നു. അമ്മേന്റെ കാര്യം കൊണ്ടും ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് ഫ്രീ ആയിരുന്നു. ഇതുവരെയുള്ള ചെലവ് ഫുള്ളും ഫ്രീ ആയിരുന്നു. ഇനിയുള്ളത് ഞങ്ങൾ നോക്കണം. പിന്നെ ബാക്കി അങ്ങനെ എനിക്ക് ഇല്ല അങ്ങനെ നഷ്ടപരിഹാരമായിട്ട് എന്നോട് പറഞ്ഞത് ഇവിടുന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ഒരു അപേക്ഷ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി. വീട്ടില് ഞാനും മോനും, അമ്മ, പിന്നെ എൻ്റെ മോള്. ഹസ്ബൻഡ് ഞങ്ങള് പിണക്കത്തിലാണ്, വർഷങ്ങളായത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരാളുടെ ചിലവുകൊണ്ട് ഞങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഞാനിപ്പം ജോലി റിസൈൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി അടുത്ത് ഈ മോളൊന്നും ഓക്കെ ആയിട്ട് എനിക്ക് തിരിച്ചു പോകണം. എന്റെ ബാക്കി കാര്യം കൊടുക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും.
അത് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഏതാണ്ട് തണുത്ത് വന്ന് തുടങ്ങി എനിക്ക്. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ചൂടും ബഹളമൊന്നും പിന്നെ ഞാൻ ആരുടെ ഭാഗത്തുനിന്നും കണ്ടിട്ടില്ല. ഇപ്പം തന്നെ നിങ്ങൾ മീഡിയക്കാർ പോലും, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്, ഈ രണ്ട് മാസം ഏതാണ്ട് 10 ദിവസത്തോളം ആയിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട്. ഒരു മനുഷ്യനെ അന്വേഷിച്ചിട്ടില്ല. ആരും എന്തായി, അല്ലെങ്കിൽ ശ്രീകുട്ടി എന്നൊരു കുട്ടിക്ക് എന്ത് പറ്റി മുൻപോട്ട്, അല്ലെങ്കിൽ അവൾ ഓക്കെ ആണോ, അവൾ രക്ഷപ്പെട്ടു, ഒന്നും ആരും പിന്നെ അന്വേഷിച്ചിട്ടില്ല. എന്നോട് ആരും തിരക്കിയിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് മെഡിക്കൽ കോളേജ് വെച്ച് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കോടതിയിൽ നിന്ന് വന്നൊരു അഡ്വക്കേറ്റ് മാമുണ്ട്, മാമും പിന്നെ ലേഖാമെന്നും വിളിച്ചു. അത് റേയ പോലീസാണ്. വിളിച്ച് സംസാരിക്കുക എന്താണ്, അവരുടെയും കൂടി സഹായം കൊണ്ടാണ് എനിക്ക് ഇവിടെ വന്ന് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അല്ലാതെ എന്നെ ആരും വിളിച്ചിട്ടില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല. ചെയ്യണം. കാരണം ഇനി അവൾക്കുള്ള ജീവിതം മുമ്പോട്ട് പോകാൻ ഒത്തിരി കാലം കിടക്കുന്നതല്ലേ. ഇപ്പൊ എനിക്കിപ്പോ അവളെ ജീവിതകാലം വേണ്ടി നോക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, മനുഷ്യന്റെ അവസ്ഥയാണ്. അപ്പൊ അവൾക്കുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് സേഫ് ആക്കണം. അതിന് ഗവൺമെന്റിനോട് ചോദിക്കേണ്ടി വന്നാൽ ഞാൻ ചോദിക്കും. ശ്രീകുട്ടിയുടെ മാതാവാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവരുടെ സന്തോഷം അവർ ആദ്യം അറിയിക്കുകയായിരുന്നു. 2 മാസം മുൻപ് ഈ ആശുപത്രിയിലേക്ക് വരുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ എന്നത് മാധ്യമങ്ങളൊക്കെ കണ്ടതാണ്. അതിൽ നിന്നും എത്രയോ മാറി വലിയ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ശ്രീകുട്ടി സംസാരിക്കുന്നുണ്ട്. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ അവൾക്ക് നടക്കാൻ കഴിയും. ആ സന്തോഷം കൂടി കാണണമെന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ ഇത്രയും നാളോ മറ്റാരും ഒന്നും അന്വേഷിക്കാനുണ്ടായിരുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും തന്നെ ആരും വിളിച്ചിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. തൻ്റെ ആകെയുള്ളൊരു വരുമാനം തനിക്കുണ്ടായ ജോലിയാണ്, അത് രാജിവെച്ചിട്ടാണ് ഇപ്പോൾ മകൾക്ക് വേണ്ടിയുള്ള ചികിത്സയ്ക്കായി ഒപ്പം നിന്നത് അമൃത ആശുപത്രിയിൽ. അവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ അവർ നന്ദി പറയുന്നുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് എങ്ങനെ എന്നതിനെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ല. നോക്കണം എന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ടാണ് അവർ അതിനെ കാണുന്നത്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്, കൊച്ചി അമൃത ആശുപത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.